ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ് കെമിസ്ട്രിയിലെ കെമിക്കൽ ചേഞ്ചസ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പരിസരം അല്ലെങ്കിൽ ഈ ഒരു പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ ഒത്തിരി ചേഞ്ചസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന മാറ്റങ്ങളെ രണ്ടായിട്ട് നമുക്ക് വേർതിരിക്കാം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തെല്ലാമാണ്? ഫിസിക്കൽ ചേഞ്ച് എന്നും കെമിക്കൽ ചേഞ്ച് എന്നും. അതായത് ഭൗതിക മാറ്റങ്ങളെന്നും രാസമാറ്റങ്ങളെന്നും രണ്ടായിട്ട് ഇതിനെ പട്ടികപ്പെടുത്താൻ പറ്റും. അപ്പോൾ പ്രകൃതിയിൽ നടക്കുന്ന മാറ്റങ്ങളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തെല്ലാമാണ്? ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് എന്നും കെമിക്കൽ ചേഞ്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ കുറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ കുറെ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ ഫിസിക്കൽ ചേഞ്ച് കെമിക്കൽ ചേഞ്ച് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. അതായത് ഭൗതിക മാറ്റങ്ങൾ രാസമാറ്റങ്ങൾ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. അതിനു മുൻപ് നിങ്ങൾക്ക് ഫിസിക്കൽ ചേഞ്ച് എന്താണ്, കെമിക്കൽ ചേഞ്ച് എന്താണെന്ന് അറിയണം അല്ലേ? എങ്കിലേ ഈ പട്ടിക നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ പറ്റൂ. അപ്പൊ നമുക്ക് ആദ്യം ഫിസിക്കൽ ചേഞ്ച് എന്താണ്, കെമിക്കൽ ചേഞ്ച് എന്താണെന്ന് നോക്കാം. ഫിസിക്കൽ ചേഞ്ച് only the arrangement of molecules within the substances changes. അതായത് ഒരു സബ്സ്റ്റൻസിന് ചേഞ്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തില് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്തിൽ മാത്രമായിരിക്കും? only the arrangement of molecules. അതിന്റെ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ്സിൽ മാത്രമായിരിക്കും. അതായത് ഒരു സബ്സ്റ്റൻസ് അഥവാ ഒരു പദാർത്ഥത്തിന് മാറ്റങ്ങൾ സംഭവിക്കുന്നത് അതിന്റെ അറേഞ്ച്മെന്റ്സിൽ മാത്രമായിരിക്കും. അതായത് ഇതൊരു ടെമ്പററി ചേഞ്ച് ആണ്, അതായത് ആ വസ്തു അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആ പദാർത്ഥം ഏതാണോ അത് കംപ്ലീറ്റ്ലി ഒരു ന്യൂ സബ്സ്റ്റൻസ് ആയിട്ട് അവിടെ മാറുന്നില്ല. അത് മാറുന്നില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളുടെ ആ ഒരു ഫസ്റ്റ് ആ ഒരു എടുത്ത ആ ഒരു സ്റ്റേറ്റിലേക്ക് തന്നെയാണ് തിരിച്ചെത്തിക്കാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ ഫിസിക്കൽ ചേഞ്ചിൽ സംഭവിക്കുന്നത് ആ സബ്സ്റ്റൻസിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് ഓൺലി ദ അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ്, അതിന്റെ തന്മാത്രകളുടെ ആ അറേഞ്ച്മെന്റ്സിൽ മാത്രമാണ് അതിനെന്ത് സംഭവിക്കുന്നത്? മാറ്റങ്ങൾ സംഭവിക്കുന്നത്. തന്മാത്ര ക്രമീകരണം, അതായത് അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ്, തന്മാത്ര ക്രമീകരണത്തിൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇനി നമുക്ക് ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ തന്നിരിക്കുന്നതിൽ ഫിസിക്കൽ ചേഞ്ച് ഏതൊക്കെയാണ് നമുക്ക് ആദ്യം ടേബിൾ ചെയ്യാം അല്ലെ. ഫസ്റ്റ് എന്താ ഇവിടെ തന്നിരിക്കുന്നത്? വാട്ടർ ബിക്കമിങ് വാട്ടർ വേപ്പർ. അതായത് വെള്ളം എന്തായിട്ട് മാറുന്നു? നീരാവിയായിട്ട് മാറുന്നു. അപ്പൊ വെള്ളം നീരാവിയായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ നീരാവിയെ വാട്ടർ വേപ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വീണ്ടും വാട്ടറാക്കി മാറ്റാൻ സാധിക്കും, വീണ്ടും വെള്ളമാക്കി, വീണ്ടും ജലമാക്കി മാറ്റാൻ സാധിക്കും. അതായത് ഇവിടെ ജലം നീരാവിയായിട്ട് മാറിയാൽ ആ നീരാവിയെ തണുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്ത് കിട്ടും? ജലം കിട്ടും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സബ്സ്റ്റൻസിന്റെ മോളിക്യൂൾസ് ഓഫ് അറേഞ്ച്മെന്റ്സിൽ മാത്രമേ, അതായത് തന്മാത്ര ക്രമീകരണത്തിൽ മാത്രമേ ഇവിടെ എന്ത് സംഭവിക്കുന്നുള്ളൂ? ചേഞ്ചസ് സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഒരു പോയിന്റ് നമുക്ക് എന്തെന്ന് എഴുതാം? വാട്ടർ ബിക്കമിങ് വാട്ടർ വേപ്പർ. ഇതെന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണ് അല്ലെ. ഇനി അടുത്തത് നോക്കൂ, ഇവിടെ മെൽറ്റിംഗ് ഓഫ് വാക്സ്, മെഴുക് ഉരുകുന്നത്, മെൽറ്റിംഗ് ഓഫ് വാക്സ്. അപ്പൊ മെൽറ്റിംഗ് ഓഫ് വാക്സ് അല്ലെങ്കിൽ മെഴുക് ഉരുകുക എന്ന് പറഞ്ഞാൽ ആ ഉരുകിയ മെഴുകിനെ നമുക്ക് നമ്മൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധിക്കും. അപ്പൊ മെൽറ്റിംഗ് ഓഫ് വാക്സ് എന്ന് പറഞ്ഞാലും എന്താണ്? അവിടെ അതൊരു പെർമനന്റ് ചേഞ്ച് അല്ല, ഒരു ടെമ്പററി ചേഞ്ച് ആണ്. അതിന്റെ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ്സിൽ അല്ലെങ്കിൽ തന്മാത്രകളുടെ ആ ഒരു ക്രമീകരണത്തിൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുന്നുള്ളൂ? ചേഞ്ചസ് സംഭവിക്കുന്നുള്ളൂ. അല്ലാതെ ആ സബ്സ്റ്റൻസ് കംപ്ലീറ്റ്ലി ഒരു ന്യൂ സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നില്ല. അതുകൊണ്ട് അടുത്ത പോയിന്റ് നമുക്ക് എന്തെന്ന് എഴുതാം? മെൽറ്റിംഗ് ഓഫ് വാക്സ് എന്ന് എഴുതാം കേട്ടോ. അടുത്ത നോക്കൂടെ, കട്ടിംഗ് ഓഫ് വുഡ്. വിറക് വെട്ടുമ്പോൾ അതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ മോളിക്യൂൾസ് ഓഫ് അറേഞ്ച്മെന്റ്സിൽ മാത്രമാണ് എന്ത് വരുന്നത്? വ്യത്യാസം വരുന്നത് അല്ലെ. അതിന്റെ ആ അറേഞ്ച്മെന്റ്സ് ഓഫ് മോളിക്യൂൾസ്, ആ എന്താ പറയുക, തന്മാത്രകളുടെ ക്രമീകരണത്തിൽ മാത്രമാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? വ്യത്യാസം സംഭവിക്കുന്നത്. അതായത് വിറക് വെട്ടുമ്പോഴും അത് തന്നെയല്ലേ സംഭവിക്കുന്നത്? അതിന്റെ അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ്, അതിന്റെ തന്മാത്രകളുടെ ആ ഒരു അറേഞ്ച്മെന്റ്സിൽ മാത്രമല്ലേ മാറ്റം സംഭവിക്കുന്നുള്ളൂ. അല്ലാതെ ആ സബ്സ്റ്റൻസ് പുതിയൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നില്ലല്ലോ, പുതിയൊരു പദാർത്ഥമായിട്ട് മാറുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കട്ടിംഗ് ഓഫ് വുഡ് ഏതിൽ ഉൾപ്പെടുത്താൻ? നമുക്ക് ഫിസിക്കൽ ചേഞ്ച് ആണ്. കട്ടിംഗ് ഓഫ് വുഡ് ഫിസിക്കൽ ചേഞ്ച് ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ചുറ്റുപാടുള്ള ഒത്തിരി ഫിസിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ എഴുതാട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഉള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇവിടെ വാട്ടർ ബിക്കമിങ് വാട്ടർ വേപ്പർ, ജലം നീരാവിയായി മാറുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്, ഒരു ഭൗതിക മാറ്റമാണ്. മെൽറ്റിംഗ് ഓഫ് വാക്സ്, മെഴുകുരുകുന്നത്
എന്താണ്? ഒരു ഫിസിക്കൽ ചേഞ്ച്, അതായത് ഒരു ഭൗതിക മാറ്റമാണ്. കട്ടിംഗ് ഓഫ് വുഡ്, വിറക് വെട്ടുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണ്, ഒരു ഭൗതികമായിട്ടുള്ള ഒരു മാറ്റമാണ്, ഭൗതിക മാറ്റമാണ്. അടുത്തത് കെമിക്കൽ ചേഞ്ച് എന്താണെന്ന് നോക്കാം. കെമിക്കൽ ചേഞ്ചില് വൺ സബ്സ്റ്റൻസ് ഗെറ്റ്സ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ന്യൂ സബ്സ്റ്റൻസ്, അതായത് ആ നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ് ഏതാണോ അത് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ന്യൂ സബ്സ്റ്റൻസ്, അത് കംപ്ലീറ്റ്ലി എന്തായിട്ട് മാറുന്നു? പുതിയൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നു. അതായത് ഇവിടെ ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്, അത് ന്യൂ മോളിക്യൂൾസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അതായത് ഇതൊരു പെർമനന്റ് ചേഞ്ച് ആണ്, സ്ഥിരമാറ്റമാണ്. ഫിസിക്കൽ ചേഞ്ച് താൽക്കാലിക മാറ്റമാണെങ്കിൽ കെമിക്കൽ ചേഞ്ച്, അതായത് രാസമാറ്റം എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് പെർമനന്റ് ചേഞ്ച് ആണ്. ആ സബ്സ്റ്റൻസ് കംപ്ലീറ്റ്ലി എന്താവുന്നു? ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ന്യൂ സബ്സ്റ്റൻസ്, പുതിയൊരു പദാർത്ഥമായിട്ട് മാറുന്നു. അങ്ങനെ ഇവിടെ നോക്കൂ, ബേണിംഗ് ഓഫ് വുഡ്, വിറക് കത്തുന്നത് അല്ലെ. അപ്പൊ വിറക് കത്തിയാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ചാരം അല്ലെ, അത് ആഷ്. അതായത് ആ കത്തിക്കാൻ എടുത്ത വിറക് കംപ്ലീറ്റ്ലി അത് പുതിയൊരു പദാർത്ഥമായിട്ട് അവിടെ മാറി, പുതിയൊരു സബ്സ്റ്റൻസ് ആയിട്ട് അവിടെ മാറി അല്ലെ. അപ്പോ ബേണിംഗ് ഓഫ് വുഡ് എന്താണ്? കെമിക്കൽ ചേഞ്ച് ആണ്. അടുത്ത് നോക്കൂ, റസ്റ്റിംഗ് ഓഫ് അയൺ കെമിക്കൽ ചേഞ്ച് ആണ്. അടുത്തത് എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ്, പടക്കം പൊട്ടുന്നത് കെമിക്കൽ ചേഞ്ച് ആണ്. അപ്പൊ ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച്, ഇത് എന്താണ്? ക്ലിയർ ആയല്ലോ. സെക്കൻഡ് ടൈം എക്സാമിന്റെ ക്ലാസ്സുകൾ, അതായത് ഇനി വരുന്ന നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർക്ക്, ഓൺലൈൻ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. സയൻസ് സബ്ജക്ട്, നിങ്ങളുടെ സയൻസ് സബ്ജക്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ്, അതായത് ക്രിസ്മസ് എക്സാം വരെയുള്ള നിങ്ങളുടെ സെക്കൻഡ് ടൈം എക്സാം വരെയുള്ള പോർഷൻസ്, റിവിഷൻ പ്ലസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു പാക്കേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 199 രൂപ മാത്രമേ ഫീസ് ഉള്ളൂ കേട്ടോ. അപ്പൊ 199 രൂപ മാത്രം ഫീസ് അടച്ചുകൊണ്ട് സെക്കൻഡ് ടൈം എക്സാം വരെയുള്ള പോർഷൻസ് നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. 199 രൂപ മാത്രമേ നിങ്ങൾ ഫീസ് തരേണ്ടതുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത പോർഷൻസിലോട്ട് കടക്കാം. അടുത്ത ഇവിടെ ഒരു എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ട്. എന്താണ് എക്സ്പെരിമെന്റ് നോക്കാം. ടേക്ക് 2 ബീക്കേഴ്സ്, എന്ത് ചെയ്യുക? 2 ബീക്കേഴ്സ് എടുക്കുക കേട്ടോ. ഇവിടെ കാണിച്ചതുപോലെ 2 ബീക്കേഴ്സ് എടുക്കുക. 2 ബീക്കേഴ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലെന്താണ്? ഫിൽ 3/4 ഓഫ് വാട്ടർ കേട്ടോ. അതിൽ എന്ത് ചെയ്യണം? നമ്മള് 3/4 ഭാഗത്തോളം ജലം നിറയ്ക്കണം കേട്ടോ. അപ്പൊ 2 ബീക്കേഴ്സ് എടുത്തു, അതിൽ 3/4 ഭാഗത്തോളം എന്ത് ചെയ്യുക? ജലം നിറയ്ക്കുക. 3/4 ഭാഗത്തോളം ജലം നിറയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഡ്രോപ്പ് എ സ്മോൾ പീസ് ഓഫ് സോഡിയം ഇൻ 1 ബീക്കർ. ഒരു ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്മോൾ പീസ് ഓഫ് സോഡിയം ആഡ് ചെയ്യാം. അപ്പൊ ഒരു ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്തു? സ്മോൾ പീസ് ഓഫ് സോഡിയം ആഡ് ചെയ്തു. ഇവിടെ 2 ബീക്കർ എടുത്തു. ആ 2 ബീക്കറിലും എന്താണ്? 3/4 ഭാഗത്തോളം നമ്മൾ ജലം, വാട്ടർ നിറച്ചിട്ടുണ്ട്, വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്മോൾ പീസ് ഓഫ് സോഡിയം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോട്ടീസ് ദ ഫോർമേഷൻ ഓഫ് എ ഗ്യാസ് by the vigorous reaction between sodium and water. ഇവിടെ സോഡിയവും വാട്ടറും തമ്മിൽ വിഗ്രസ് റിയാക്ഷൻ വെച്ചാൽ നല്ല തീവ്രമായി പ്രവർത്തിച്ച്, അതിവിടെ സോഡിയവും വാട്ടറും തീവ്രമായി പ്രവർത്തിച്ച് അവിടെ ഒരു വാതകം, ഒരു ഗ്യാസ് ഫോം ചെയ്യും. ഇവിടെ ഒരു ഗ്യാസ് ഫോം ചെയ്യും. ഏത് ഗ്യാസ് ആയിരിക്കും? ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഫോം ചെയ്യുന്ന ഗ്യാസ് ഏതായിരിക്കും? ഹൈഡ്രജൻ ഗ്യാസ്. നമുക്ക് വരുന്ന ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുക? അതായത് 1 പീസ് ഓഫ് സോഡിയം ഈ വാട്ടറിലേക്ക് ആഡ് ചെയ്താൽ അവിടുത്തെ വാട്ടറും സോഡിയം തമ്മിൽ വിഗ്രസ് ആയിട്ട്, അതായത് നല്ല തീവ്രമായി പ്രവർത്തിച്ച് അവിടെ എന്തെങ്കിലും ഒരു ഗ്യാസ് ഫോം ചെയ്യും. ആ ഗ്യാസ് ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ആഫ്റ്റർ ദ റിയാക്ഷൻ, ഈ റിയാക്ഷന് ശേഷം ആ 2 ഡ്രോപ്സ് ഓഫ് ഫിനോഫ്തലീൻ ഇൻ ബോത്ത് ദ ബീക്കേഴ്സ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? 2 ബീക്കേഴ്സിലും 2 ഡ്രോപ്സ് ഓഫ് ഫിനോഫ്തലീൻ, 2 ബീക്കറിലും എന്ത് ചെയ്യുക? 2 ഡ്രോപ്പ് ഫിനോഫ്തലീൻ ആഡ് ചെയ്ത് കൊടുക്കുക. 2 ഡ്രോപ്പ് ഫിനോഫ്തലീൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കളർ ചേഞ്ച് ഇൻ ദ ബീക്കർ ടു വിച്ച് സോഡിയം വാസ് ആഡഡ്. അതായത് ഇവിടെ കളർ ചേഞ്ച് സംഭവിക്കും. ഏതിലാണ് കളർ ചേഞ്ച് സംഭവിക്കുന്നത്? സോഡിയം ആഡ് ചെയ്തതിൽ. സോഡിയം ആഡ് ചെയ്ത ബീക്കറിൽ എന്ത് സംഭവിക്കും? കളർ ചേഞ്ച് സംഭവിക്കും. സോഡിയം ആഡ് ചെയ്ത ബീക്കറിൽ കളർ ചേഞ്ച് സംഭവിക്കും. അതായത് ഇവിടെ സോഡിയം എന്ത് ചെയ്യുന്നു? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു ആൽക്കലി അവിടെ ഫോം ചെയ്യുന്നു. അതായത് ദ ആൽക്കലി ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് സോഡിയം വിത്ത് വാട്ടർ ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അതായത് ഇവിടെ ഒരു ആൽക്കലി ഇവിടെ ഫോം ചെയ്യും.
ആ ആൽക്കലി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത്, സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നു. സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഇവിടെ ഫോം ചെയ്ത ആൽക്കലി. അപ്പോൾ ഇവിടെ ഒരു ആൽക്കലി ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. ആ ആൽക്കലി ഏതാണ് ഇവിടെ? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന ആൽക്കലിയാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ മെറ്റൽസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസും ആൽക്കലിയുമാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സോഡിയം, അതായത് മെറ്റൽസ് ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം എങ്ങനെയാണ്? വിഗ്രസ്ലി ആയിട്ട് റിയാക്ട് ചെയ്ത്, വിഗ്രസ്ലി തീവ്രമായി പ്രവർത്തിച്ച് എന്തിന്റെ കൂടെ? വിത്ത് വാട്ടർ, വാട്ടറിന്റെ കൂടെ. എന്നിട്ട് എന്താണ് ഫോം ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. അതോടൊപ്പം തന്നെ ആൽക്കലി, കറസ്പോണ്ടിങ് ആൽക്കലി കേട്ടോ. അപ്പൊ ഇവിടെ സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ മെറ്റൽസ്, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ ജലവുമായിട്ട്, വാട്ടറുമായിട്ട് തീവ്രമായി പ്രവർത്തിച്ച് എന്തൊക്കെയാണ് ഇവിടെ ഫോം ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസും അതോടൊപ്പം തന്നെ ആൽക്കലിയുമാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ആ ഒരു എക്സ്പെരിമെന്റിന്റെ, ഇവിടെ പറഞ്ഞ എക്സ്പെരിമെന്റിന്റെ റിയാക്റ്റന്റും പ്രൊഡക്റ്റും എന്തൊക്കെയാ നമുക്ക് നോക്കാം. റിയാക്റ്റന്റ് എന്ന് വെച്ചാൽ അഭികാരകങ്ങൾ അല്ലെ. അതായത് റിയാക്റ്റന്റ് എന്ന് വെച്ചാൽ എന്താണ്? എന്തെല്ലാമാണോ നമ്മൾ ആ ഒരു റിയാക്ഷൻ നടക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ റിയാക്ഷനിലെ രാസപ്രവർത്തനത്തില് എന്തെല്ലാമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിയാക്റ്റന്റ് എന്ന് പറയുന്നത്. ആ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സബ്സ്റ്റൻസസ് ആണ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ് റിയാക്ട് ചെയ്തത്? സോഡിയവും വാട്ടറുമാണ് അല്ലെ. അപ്പൊ റിയാക്റ്റൻസ് ഇവിടെ എന്തൊക്കെയാണ്? സോഡിയം അല്ലെ. റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? സോഡിയം, പിന്നെ ഏതാണ്? ആൻഡ് വാട്ടർ. സോഡിയം ആൻഡ് വാട്ടർ, അതായത് സോഡിയവും ജലവുമാണ് ഇവിടുത്തെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ എന്തെല്ലാമാണ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെ. സോഡിയം ഹൈഡ്രോക്സൈഡും അതേപോലെ തന്നെ പിന്നെ എന്തോട് ഗ്യാസ് ഫോം ചെയ്യും നമ്മൾ പറഞ്ഞു. ഏത് ഗ്യാസ് ആയിരുന്നു ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹൈഡ്രജൻ ഗ്യാസുമാണ് ഫോം ചെയ്തത്. അപ്പൊ ഇവിടെ റിയാക്റ്റന്റ് ഏതൊക്കെയായിരുന്നു? സോഡിയവും അതേപോലെ തന്നെ വാട്ടറുമാണ് അല്ലെ. സോഡിയം വാട്ടറുമാണ് ഇവിടെ റിയാക്റ്റന്റ്, അതായത് സോഡിയം വാട്ടറുമാണ് ഈ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തത്. അപ്പോൾ അഭികാരകങ്ങളായിട്ടുള്ളത്. പ്രൊഡക്റ്റ്, ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് ഫോം ചെയ്തത്? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും അല്ലെ. സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനുമാണ് ഇവിടെ ഫോം ചെയ്തത്. ഇനി അടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. റൈറ്റ് ഡൗൺ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എങ്ങനെയാണ് എഴുതാതെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നില്ല, ആ ഇക്വേഷൻ ഇവിടെ പറയാട്ടോ. അതായത് സോഡിയം എന്ന് വെച്ചാൽ, സോഡിയത്തിന്റെ സിമ്പിൾ അറിയാലോ, Na അല്ലെ. Na അല്ലെ സോഡിയം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 2Na പ്ലസ് വാട്ടർ ഏതാണ്? H2O ആണ് വാട്ടർ അല്ലെ. അപ്പൊ 2H2O, 2Na plus 2H2O gives, ഇവിടെ എന്താണ് ഫോം ചെയ്യുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആണ് കേട്ടോ. NaOH ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ 2NaOH പ്ലസ് ഹൈഡ്രജൻ ഏതാണ്? H2 പ്ലസ് ഹൈഡ്രജൻ H2. അപ്പൊ ഇവിടുത്തെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്താണ്? 2Na plus 2H2O gives 2NaOH plus H2. ഇനി ഇവിടെ മാഗ്നീഷ്യം ബേൺസ് ഇൻ എയർ. മാഗ്നീഷ്യം വായുവിൽ കത്തുമ്പോൾ എന്തെല്ലാമാണ് ഉണ്ടാവുന്നത്? ഹീറ്റ് ആൻഡ് ലൈറ്റ്, ചൂടും പ്രകാശവും കേട്ടോ. ഹീറ്റ് ആൻഡ് ലൈറ്റ് ആണ്. ഹീറ്റ് ആൻഡ് ലൈറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ മാഗ്നീഷ്യം ബേൺസ് ഇൻ എയർ. മാഗ്നീഷ്യം വായുവിൽ കത്തുമ്പോൾ എന്തെല്ലാമാണ് ഉണ്ടാവുന്നത്? ചൂടും അതേപോലെ തന്നെ പ്രകാശവും കേട്ടോ. ഹീറ്റ് ആൻഡ് ലൈറ്റ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ഒരു കെമിക്കൽ ചേഞ്ച് നോക്കാം. തെർമോ കെമിക്കൽ റിയാക്ഷൻ, അതായത് താപരാസ പ്രവർത്തനങ്ങൾ. തെർമോ കെമിക്കൽ റിയാക്ഷൻ, താപരാസ പ്രവർത്തനങ്ങൾ. ഈ റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റ് എന്താ നമുക്ക് നോക്കാം. ആഡ് 5 milliliter dilute hydrochloric acid to a piece of magnesium. Take in a test tube. ഇവിടെ എന്താണ് വേണ്ടത്? ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ആ ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എ പീസ് ഓഫ് മാഗ്നീഷ്യം ആഡ് ചെയ്യണം. ആഡ് ടു എ പീസ് ഓഫ് മാഗ്നീഷ്യം. ഒരു കഷ്ണം മാഗ്നീഷ്യം എടുത്ത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് 5 milliliter ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഡൈലൂട്ട് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് 5 milliliter അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ എന്താ വേണ്ടത്? ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ആ ടെസ്റ്റ് ട്യൂബിലേക്ക്
ഒരു കഷ്ണം മാഗ്നീഷ്യം ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? 5 ml ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു. അപ്പൊ ഇവിടെ വിച്ച് ഈസ് ദ ഗ്യാസ് ലിബറേറ്റഡ് ഇൻ ദിസ് റിയാക്ഷൻ, അതായത് ഇവിടെ ഈ ഒരു പ്രവർത്തനത്തില് ഒരു ഗ്യാസ് അവിടെ ഫോം ചെയ്യും കേട്ടോ. ഒരു ഗ്യാസ് ലിബറേറ്റ് ചെയ്തെന്ന് വെച്ചാൽ പുറത്തേക്ക് വരിക. അപ്പൊ പുറത്ത് വരുന്ന ആ ഒരു ഗ്യാസ് ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പുറത്തേക്ക് വരുന്ന ഗ്യാസ് ഏതായിരിക്കും? ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ മാഗ്നീഷ്യവും അതേപോലെ തന്നെ ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ലിബറേറ്റ് ചെയ്യുന്ന പുറത്തേക്ക് വരുന്ന ഗ്യാസ് ഏതാണ്? പുറത്തേക്ക് വരുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ് പുറത്തേക്ക് വരുന്നത്. ടച്ച് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്, വാട്ട് ഡു യു ഫീൽ? ആ ടെസ്റ്റ് ട്യൂബിന്റെ ബോട്ടം ഭാഗം, അതായത് ബോട്ടം എന്ന് വെച്ചാൽ അടിഭാഗം അല്ലെ. ടെസ്റ്റ് ട്യൂബിന്റെ അടിഭാഗം നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം, ഒന്ന് സ്പർശിച്ച് നോക്കാം. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും നമുക്ക്? അതായത് ഫീൽ warm at the bottom, അതായത് അവിടെ നമുക്ക് ഫീലിംഗ് warm at the bottom, അതായത് ചൂട് അനുഭവപ്പെടും കേട്ടോ. ഫീൽ warm at the bottom, എഴുതിക്കോളൂ. ഫീൽ warm at the ബോട്ടം സൈഡ് താഴ്ഭാഗത്ത് എന്ത് നമുക്ക് ചൂട് അനുഭവപ്പെടും. അപ്പോ ടെസ്റ്റ് ട്യൂബ് ചൂടാവാനുള്ള കാരണം എന്താണ്? അതായത് why does the test tube get warm? അതായത് ഇവിടെ ടെസ്റ്റ് ട്യൂബ് ചൂടാവാനുള്ള കാരണം എന്താണ്? അതായത് ഇവിടെ എന്താണ് കാരണം? അതായത് ഹീറ്റ് വാസ് evolved along with formation of the product. ഇവിടെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതോടൊപ്പം എന്തുകൂടി അവിടെ പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ എന്തുകൂടെ ഉണ്ടായിട്ടുണ്ട്? അവിടെ ഹീറ്റ് കൂടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നത്തോടൊപ്പം അവിടെ എന്തുകൂടി? താപം കൂടി ഉണ്ടായി. അതുകൊണ്ടാണ് ടെസ്റ്റ് ട്യൂബിന് ഹീറ്റ് അനുഭവപ്പെട്ടത്, താഴ്ഭാഗത്തെ ഹീറ്റ് അനുഭവപ്പെട്ടത് കേട്ടോ. ഹീറ്റ് വാസ് പ്രൊഡ്യൂസ് along with formation of the product അവിടെ ഫോം ചെയ്യുന്നതിനോടൊപ്പം അവിടെ എന്തുകൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഹീറ്റ് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ കെമിക്കൽ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ നോക്കാം. ഇവിടെ എന്തൊക്കെയായിരുന്നു റിയാക്ടന്റ് ആയിട്ടുണ്ടായിരുന്നത്? മാഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെ. മാഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് കിട്ടുന്നത് നോക്കൂ. മാഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് നമ്മളുടെ ഒരു ഗ്യാസ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ. ഏത് ഗ്യാസ് ആയിരുന്നു? ഹൈഡ്രജൻ ഗ്യാസ്. കൂടെ എന്തുകൂടി ഉണ്ടാവും നമ്മൾ പറഞ്ഞു? പ്ലസ് ഹീറ്റ്, താപം കൂടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ മാഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്ത് എന്തെല്ലാം അവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്? മാഗ്നീഷ്യം ക്ലോറൈഡ്, ഹൈഡ്രജൻ പ്ലസ് ഹീറ്റ് പ്ലസ് താപം കേട്ടോ. അപ്പൊ മാഗ്നീഷ്യം ഇതിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതാം. അത് മാഗ്നീഷ്യം Mg പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl അല്ലെ. അപ്പൊ 2HCl ഗീവ്സ് എന്താണ് കിട്ടുന്നത്? മാഗ്നീഷ്യം ക്ലോറൈഡ് MgCl2 മാഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ H2 പ്ലസ് ഹീറ്റ്. കൂടെ എന്തുകൂടെ ഉണ്ട്? ഹീറ്റ് കൂടെ ഉണ്ട് കേട്ടോ. ഇതിന്റെ എല്ലാ സിമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കണേ. ഓരോ ഇതിന്റെയും സിമ്പിൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇപ്പൊ തന്നെ പഠിച്ചു പോകുന്നത് നിങ്ങൾക്ക് ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഇക്വേഷനൊക്കെ ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതി പഠിക്കുക കേട്ടോ. അപ്പൊ മാഗ്നീഷ്യം എന്ന് വെച്ചാൽ Mg മാഗ്നീഷ്യം, ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl. അപ്പൊ 2HCl ഗീവ്സ് മാഗ്നീഷ്യം ക്ലോറൈഡ് MgCl2 പ്ലസ് ഹൈഡ്രജൻ H2 പ്ലസ് കൂടെ എന്തുകൂടെ ഉണ്ടാവുന്നുണ്ട്? നമ്മൾ പറഞ്ഞു ഹീറ്റും കൂടെ അവിടെ ഉണ്ടാവുന്നുണ്ട് പ്ലസ് താപം കേട്ടോ. ഇതാണ് അതിന്റെ കെമിക്കൽ ഇക്വേഷൻ. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, അടുത്ത ഒരു കെമിക്കൽ റിയാക്ഷൻ നോക്കാം. ഫ്ലെയറിംഗ് അപ്പ് എ ഗ്ലോവിംഗ് ഇൻസെൻസ് സ്റ്റിക്ക്. ചന്ദനത്തിരി, അതായത് എരിയുന്ന ചന്ദനത്തിരി ആളിക്കത്തിക്കാം. ഇപ്പൊ എന്തൊക്കെയായി എക്സ്പെരിമെന്റിന് വേണ്ടത്? ടേക്ക് എ ഫ്യൂ ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. ഒരു ഡ്രൈ ടെസ്റ്റ് ട്യൂബ് എടുക്കാം. ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബ് എടുക്കുക. അതിലേക്ക് നമ്മൾ എന്താണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? ഫ്യൂ ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കേട്ടോ. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ക്രിസ്റ്റൽസ്, തരികൾ, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ഏതാനും തരികൾ നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹീറ്റ് ദ ടെസ്റ്റ് ട്യൂബ്. ആ ടെസ്റ്റ് ട്യൂബിനെ നമ്മൾ എന്ത് ചെയ്യുക? ചൂടാക്കുക. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ഈർപ്പരഹിതമായ ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽസ്, തരികൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്തോ ടെസ്റ്റ് ട്യൂബ് ചൂടാക്കി. എന്നിട്ട് അടുത്ത് എന്താ ചെയ്യേണ്ടത്? bring a glowing instant stick to the mouth of the test tube. ഇത് കണ്ടോ? ഇതുപോലെ ആ ടെസ്റ്റ് ട്യൂബിന്റെ മൗത്ത്, അതായത് ആ വായു ഭാഗത്തോട്ട്
മൗത്ത് സൈഡിൽ എന്ത് ചെയ്യുക, ഇതുപോലെ എരിയുന്ന ഒരു ചന്ദനത്തിൽ കൊണ്ട് കാണിക്കുക കേട്ടോ. എരിയുന്ന ഒരു ഗ്ലോവിങ് സ്റ്റിക്ക് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുവന്ന് കാണിക്കുക കേട്ടോ. ഒരു എരിയുന്ന ചന്ദനത്തിരി കാണിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും, ആ ചന്ദനത്തിൽ എനിക്ക് എന്താ സംഭവിച്ചു നോക്കിയേ, അത് ഇവിടെ ആളിക്കത്തി അല്ലേ, അത് സ്റ്റിക്ക് ഫ്ലോയ്സ് അപ്പ് എന്ന് വെച്ചാൽ ആളിക്കത്ത് കേട്ടോ. ആ സ്റ്റിക്ക് എന്ത് ചെയ്തു, ആളിക്കത്തി, സ്റ്റിക്ക് ആളിക്കത്തി. എന്തായിരിക്കും കാരണം, അതായത് ഇവിടെ പ്രസൻസ് ഓഫ് മോർ ഓക്സിജൻ കേട്ടോ, അതായത് ഓക്സിജന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഇത് എന്ത് ചെയ്തത്, ആളിക്കത്തിയത് കേട്ടോ. പ്രസൻസ് ഓഫ് മോർ ഓക്സിജൻ എഴുതിക്കോളൂ, പ്രസൻസ് ഓഫ് മോർ ഓക്സിജൻ, ഓക്സിജന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട്, ഓക്സിജന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഈ ചന്ദനത്തിരി എന്ത് ചെയ്തത്, ആളിക്കത്തിയത്. ഓക്കെ, എഴുതുമല്ലോ, പ്രസൻസ് ഓഫ് മോർ ഓക്സിജൻ കേട്ടോ, ഓക്സിജന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഈ ചന്ദനത്തിരി എന്ത് ചെയ്തത്, ഇവിടെ ആളി കത്തിയത്. Does the residue in the test tube have the color of potassium permanganate? റെസിഡ്യൂ എന്ന് വെച്ചാൽ അവശേഷിക്കുന്ന, ബാലൻസ് വരുന്ന കേട്ടോ. ആ ടെസ്റ്റ് ട്യൂബിൽ ബാലൻസ് വരുന്ന പൊട്ടാസ്യം പെർമാനേറ്റിന് കളർ ഉണ്ടോ എന്നാണ്, അതായത് ആ പൊട്ടാസ്യം പെർമാനേറ്റിന് നിറമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ടെസ്റ്റ് ട്യൂബില് ബാലൻസ് വന്നിട്ടില്ല, അല്ലെങ്കിൽ അവശേഷിച്ചിട്ടുള്ള ആ വസ്തുവിന് പൊട്ടാസ്യം പെർമാനേറ്റിന്റെ കളർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, ആയിരിക്കില്ല, പൊട്ടാസ്യം പെർമാനേറ്റിന്റെ കളർ ആയിരിക്കില്ല കേട്ടോ. അപ്പൊ ഈ റിയാക്ഷനില് എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക നമുക്ക് നോക്കാം. അതായത് എന്താണ് ഈ റിയാക്ഷൻ, അതായത് ഇവിടെ can the reaction take place without heating? നമ്മളിവിടെ ഹീറ്റ് ചെയ്തു, പൊട്ടാസ്യം പെർമാനേറ്റ് ആഡ് ചെയ്തിട്ട് ടെസ്റ്റ് ട്യൂബിനെ ഹീറ്റ് ചെയ്തു അല്ലെ, ഹീറ്റ് ചെയ്തു. ഇവിടെ ഹീറ്റ് ചെയ്യാതെ ഈ റിയാക്ഷൻ നടക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. When potassium permanganate is heated, it decomposes to form potassium manganate, manganese dioxide and oxygen. ഇവിടെ പൊട്ടാസ്യം പെർമാനേറ്റ് ഹീറ്റ് ചെയ്തപ്പോൾ, പൊട്ടാസ്യം പെർമാനേറ്റിനെ ചൂടാക്കിയപ്പോൾ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റ് ചെയ്തപ്പോൾ അതിന് എന്ത് സംഭവിച്ചു, ഡീകമ്പോസിഷൻ സംഭവിച്ചു, ഡീകമ്പോസ് ചെയ്തു കേട്ടോ. അതിന് അവിടെ വിഘടനം സംഭവിച്ചു, ഡീകമ്പോസ് ചെയ്തു. എന്തൊക്കെയായിട്ടാണ് അത് ഡീകമ്പോസ് ചെയ്തത്, ഡീകമ്പോസ് ചെയ്തിട്ട് എന്തെല്ലാം അവിടെ ഫോം ചെയ്തത്, പൊട്ടാസ്യം മാംഗനേറ്റ്. ആദ്യം ഫോം ചെയ്ത ഒരു സബ്സ്റ്റൻസ് ഏതാണ്, അത് പൊട്ടാസ്യം മാംഗനേറ്റ് ആണ്, പൊട്ടാസ്യം മാംഗനേറ്റ്. പിന്നെ എന്താണ്, മാംഗനീസ് ഡയോക്സൈഡ്, അടുത്ത് എന്തായിരുന്നു, മാംഗനീസ് ഡയോക്സൈഡ്, പിന്നെ എന്തായിരുന്നു, ഓക്സിജൻ. അപ്പൊ ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്തപ്പോ ഇവിടെ എന്ത് സംഭവിച്ചാൽ, ഡീകമ്പോസ് ചെയ്തു അല്ലെ, ഡീകമ്പോസിഷൻ സംഭവിച്ചു, വിഘടനം സംഭവിച്ചു. അപ്പൊ ഡീകമ്പോസ് ചെയ്തിട്ട്, ഡീകമ്പോസ് ടു ഫോം, എന്തെല്ലാം ഇവിടെ ഫോം ചെയ്തത്, പൊട്ടാസ്യം മാംഗനേറ്റ്, പിന്നെ എന്താണ്, മാംഗനീസ് ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ അല്ലെ. ഈ 3 സബ്സ്റ്റൻസ് ആണ് അവിടെ നമുക്ക് എന്ത് കിട്ടിയത് കേട്ടോ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്ലസ് ഹീറ്റ് അല്ലെ. ഇവിടെ വേറെ ഒരു സബ്സ്റ്റൻസ് നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് ജസ്റ്റ് അതിനെ എന്ത് ചെയ്യാണ് ചെയ്തത്, ഹീറ്റ് ചെയ്യാണ് ചെയ്തത് അല്ലെ, വേറെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ്, നമുക്ക് എന്തൊക്കെ കിട്ടി, പൊട്ടാസ്യം മാംഗനേറ്റ്, പിന്നെ എന്താണ്, മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ. അതായത് ഈ റിയാക്ഷനിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്തത് എങ്ങനെയാണ്, അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട്, താപത്തെ ആഗിരണം ചെയ്തുകൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിച്ചത്, ആ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്തത് കേട്ടോ. അപ്പൊ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ചത് എങ്ങനെയാണ്, അവിടെ നമ്മൾ കൊടുത്ത ഹീറ്റിനെ ആ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അബ്സോർബ് ചെയ്തു, അതായത് ആഗിരണം ചെയ്തു. എന്തിനെ, ഹീറ്റിനെ. അപ്പൊ ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന് എന്ത് സംഭവിച്ചത്, ഡീകമ്പോസിഷൻ സംഭവിച്ചത്. അപ്പൊ താപോർജ്ജത്തെ ആഗിരണം ചെയ്താണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്തിന് വിഘടിച്ചത് കേട്ടോ. അപ്പൊ ഈ റിയാക്ഷനില് ഹീറ്റിനെ എന്താണ് ചെയ്തത്, അബ്സോർബ് ചെയ്തു. മുകളിൽ പറഞ്ഞ റിയാക്ഷനിൽ ഹീറ്റ് എന്തായിരുന്നു, റിലീസ് ചെയ്തു, ഹീറ്റിനെ പുറത്തേക്ക് കളയുകയാണ് ചെയ്തത് അല്ലെ. മുകളിൽ പറഞ്ഞ റിയാക്ഷനില് ഹീറ്റിനെ എന്ത് ചെയ്യായിരുന്നു, പുറത്തേക്ക് കളഞ്ഞു, ഹീറ്റിനെ റിലീസ് ചെയ്യാണ് ചെയ്തത്. അതേസമയം ഇവിടെ പറഞ്ഞ റിയാക്ഷനിൽ ഹീറ്റിനെ എന്ത് ചെയ്തു, ഹീറ്റിനെ അബ്സോർബ് ചെയ്തു. ഇത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇതിന്റെ ഒരു ബാക്കി ചെറിയൊരു പാർട്ടായിട്ട് നമ്മൾ അടുത്ത ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഈ 2 റിയാക്ഷനുകളൊന്നും ഇവിടെ നിന്ന് ഓർത്ത് വെച്ചോളൂ. അടുത്ത് നോക്കൂ, ആഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ടേക്ക് ഇൻ ദ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്ന സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈലൂട്ട് ചെയ്യാത്തത് കേട്ടോ, അതായത് ഗാഢലായനി എന്നാണ്, ഗാഢലായനി കേട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അതിലേക്ക് എന്താണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്താണ് എടുത്തിട്ടുണ്ടായിരുന്നത്,
കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് എന്താണ് ആഡ് ചെയ്തത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു അല്ലെ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഇവിടെ ആഡ് ചെയ്തത്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ടെസ്റ്റ് ട്യൂബ് നമ്മൾ തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബിന് അവിടെ ഹോട്ട് ആയിരിക്കോ കോൾഡ് ആയിരിക്കോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, എന്തായിരിക്കും അവിടെ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടാവുക? ടെസ്റ്റ് ട്യൂബ് അവിടെ ചൂടാവും. ടെസ്റ്റ് ട്യൂബിൽ ചൂട് അനുഭവപ്പെടും. ഹോട്ട് ആയിരിക്കും. ടെസ്റ്റ് ട്യൂബ് അവിടെ ഹോട്ട് ആയിരിക്കും. What kind of chemical reaction is the neutralization reaction between sodium hydroxide and hydrochloric acid? അത് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള ആ ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. എന്തുകൊണ്ടാണ് ഇവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയാൻ കാരണം? ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡും പിന്നെ എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇവിടെ എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു ആസിഡ് ആണ് അല്ലെ. അതേസമയം സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന ആൽക്കലി ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു, ആൽക്കലി ആണ് അവിടെ ഫോം ചെയ്യുന്നതെന്ന് പഠിച്ചു അല്ലെ. അപ്പൊ ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് അതൊരു ആൽക്കലി ആണ്. അപ്പൊ ആസിഡും ആൽക്കലിയും തമ്മിൽ റിയാക്ട് ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കും? ന്യൂട്രലൈസേഷൻ സംഭവിക്കും. മനസ്സിലായില്ലേ? അതാണ് അതിന് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷനിൽ നിർവിരീകരണ പ്രവർത്തനത്തില് ഇവിടെ ഹീറ്റിനെ അത് അബ്സോർബ് ചെയ്യാനോ റിലീസ് ചെയ്യാനോ ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അബ്സോർബ് ചെയ്യാനോ ലിബറേറ്റ് ചെയ്യാനോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്തായിരിക്കും? അതായത് ടെസ്റ്റ് ട്യൂബ് അവിടെ ചൂടാവും നമ്മൾ പറഞ്ഞു അല്ലെ. ഹീറ്റ് പുറത്തോട്ട് വരുമ്പോഴല്ലേ ടെസ്റ്റ് ട്യൂബ് ചൂടാവുക. അപ്പോ ഈ റിയാക്ഷൻ എന്താണ്? ഹീറ്റിനെ ലിബറേറ്റ് ചെയ്തു. ഹീറ്റ് ലിബറേറ്റിംഗ് ആണ് കേട്ടോ. ഹീറ്റ് ലിബറേറ്റിംഗ് ആണ്. താപം പുറത്തു വിടുന്ന പ്രവർത്തനമാണിത് കേട്ടോ. താപത്തെ പുറത്തോട്ട് വിടുമ്പോഴല്ലേ ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത് അല്ലെ. അപ്പൊ അത് ഹീറ്റ് ലിബറേറ്റിംഗ് പ്രോസസ് ആണ്. ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യാണ്, താപത്തെ പുറത്തു വിടുകയാണ് ഇവിടെ ചെയ്തത്. താപം പുറത്തു വിടുന്നതാണ് ഈ ഒരു പ്രവർത്തനം. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് തരത്തിലുള്ള റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനും പഠിച്ചു, ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസും പഠിച്ചു അല്ലെ. അപ്പൊ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ വിച്ച് ലിബറേറ്റ് ഹീറ്റ് ആർ കോൾഡ് എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻ. ഏതാണ്? എക്സോതെർമിക് റിയാക്ഷൻ. അതായത് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നത്, താപത്തെ പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? താപമോചക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. താപത്തെ പുറത്തുവിടുക എന്ന് വെച്ചാൽ താപത്തെ മോചിപ്പിക്കുക കേട്ടോ. അത് താപത്തെ മോചിപ്പിക്കുന്ന പ്രവർത്തനം ഏതാണ്? താപമോചക പ്രവർത്തനമാണ്. എക്സോ പുറത്തേക്ക് കളയുക കേട്ടോ. അപ്പോ എക്സോ ആ വാക്ക് ഓർത്ത് വെച്ചാൽ മതി. അപ്പോ എക്സോതെർമിക് റിയാക്ഷൻ ഇവിടെ കെമിക്കൽ റിയാക്ഷനില് എന്താണ്? ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്ന, പുറത്തേക്ക് കളയുന്ന പ്രവർത്തനം. എക്സോ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തേക്ക് അല്ലെ. അപ്പൊ ലിബറേറ്റ് ചെയ്യുന്ന പ്രവർത്തനത്തെ നമ്മൾ എന്ത് പറയുന്നു? എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നു. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല കേട്ടോ. അല്ലെങ്കിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു സംഭവമാണ് ഈ എക്സോതെർമിക് എന്താണ്, എൻഡോതെർമിക് എന്താണ് എന്നുള്ളത് കേട്ടോ. എക്സോ എന്ന് വെച്ചാൽ എന്താണ്? പുറത്തേക്ക് പോകും. അപ്പൊ ലിബറേറ്റ് ചെയ്യുന്ന പ്രവർത്തനമാണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതേപോലെ തന്നെ ഇവിടെ എന്താണ്? വിച്ച് അബ്സോർബ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ എന്തെന്ന് പറയുന്നു? എൻഡോതെർമിക് റിയാക്ഷൻ. താപത്തെ എന്ത് ചെയ്യുക? ആഗിരണം ചെയ്യുക കേട്ടോ, അകത്തേക്ക് എടുക്കുക. അപ്പോൾ താപം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ താപാഗിരണ പ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത്. എൻഡോതെർമിക് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഇതൊരിക്കലും നിങ്ങൾക്ക് ഈ ഒരു രണ്ട് റിയാക്ഷനിൽ കൺഫ്യൂഷൻ വരരുത് കേട്ടോ. കാരണം നിങ്ങൾ ഹയർ ക്ലാസ്സുകളിലെല്ലാം കെമിസ്ട്രി പഠിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് എന്താ പറയുക, എല്ലാ ടോപ്പിക്കിലും മിക്ക ടോപ്പിക്കുകളും വരുന്നൊരു പ്രവർത്തനമാണ് എക്സോതെർമിക്കും എൻഡോതെർമിക്കും. അപ്പൊ അതെന്താണ് കൺഫ്യൂഷൻ വരരുത്. ഇവിടുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക? തറവാക്കിയിട്ട് പോവുക കേട്ടോ. അപ്പൊ ഇവിടെ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഏത്? എക്സോതെർമിക് റിയാക്ഷൻ. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ക്ലിയർ ആയല്ലോ? അടുത്ത പ്രവർത്തനമാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ അഥവാ പ്രകാശരാസ പ്രവർത്തനങ്ങൾ. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, പ്രകാശരാസ പ്രവർത്തനങ്ങൾ. നമ്മുടെ ഒരു ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള പ്രവർത്തനമാണ് ഇത് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് അല്ലെ. ഫോട്ടോസിന്തസിസിലൂടെ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? ആഹാരം നിർമ്മിക്കുന്നു. അതുവഴി അത് സസ്യങ്ങൾ വഴി അത് എവിടേക്ക് എത്തുന്നു? ജന്തുക്കളിലേക്ക് എത്തുന്നു, മനുഷ്യരിലേക്ക് എത്തുന്നു. അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്, രാസപ്രവർത്തനമാണ് ഇത് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഈ പ്രവർത്തനത്തിൽ എന്താണ് നടക്കുന്നത്? അതായത് സസ്യങ്ങൾ അവിടെ ഉണ്ടാവുന്ന
പ്രകാശത്തെ എന്താണ് ചെയ്യുന്നത്? അത് ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അതായത് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ കെമിക്കൽ റിയാക്ഷനിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ റിയാക്ഷനിലെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. സസ്യങ്ങൾ പ്രകാശത്തെ ആഗിരണം ചെയ്ത് അവിടെ എന്താണ് അവിടെ നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു കേട്ടോ. അതായത് ഇവിടെ ഈ റിയാക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻ ദിസ് റിയാക്ഷൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് ബൈ അബ്സോർബിങ് ലൈറ്റിനെ അബ്സോർബ് ചെയ്ത്, പ്രകാശത്തെ ആഗിരണം ചെയ്ത്, ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് പ്ലാന്റ്സ് എന്താണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന പ്രവർത്തനത്തിൽ നടക്കുന്നത്. അതിന്റെ ഒരു കെമിക്കൽ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ എന്തെല്ലാം വേണമെന്ന് അറിയാം അല്ലെ. എന്തൊക്കെ വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം, ലൈറ്റ് വേണം, വാട്ടർ വേണം അല്ലെ. അതായത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ ജലം വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, പിന്നെ എന്ത് വേണം? പ്രകാശം വേണം. എന്നിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഫോം ചെയ്യുന്നത്? ഗ്ലൂക്കോസ്, ഓക്സിജൻ കേട്ടോ. ഗ്ലൂക്കോസും ഓക്സിജനുമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. അതിന്റെ കെമിക്കൽ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. നിങ്ങൾ പഠിക്കണം. വാട്ടറുടെ 6H2O പ്ലസ് 6CO2 എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. H2 എന്ന് വെച്ചാൽ വാട്ടർ പ്ലസ് എന്ത് കൂടെ ഉണ്ട്? ലൈറ്റ്, പ്രകാശം അല്ലെ. ലൈറ്റും കൂടെ ഉണ്ട്. എന്നിട്ട് എന്താണ് ഇവിടെ കിട്ടുന്നത്? ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങള്. C6H12O6 ഗ്ലൂക്കോസ് ആണ്. C6H12O6 പ്ലസ് എന്ത് കൂടെ ഉണ്ട്? ഓക്സിജൻ കൂടെ ഉണ്ട്. 6O2 6H2O പ്ലസ് 6CO2 പ്ലസ് ലൈറ്റ്, പ്രകാശം gives C6H12O6 എന്താണത്? ഗ്ലൂക്കോസ് പ്ലസ് എന്ത്? ഓക്സിജൻ, 6O2 ഓക്സിജൻ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു ഗ്ലൂക്കോസിനെ പിന്നീട് പ്ലാന്റ്സ് എന്താണ് ചെയ്യുന്നത്? ഫോം ടു സ്റ്റാർച്ച്, സ്റ്റോർ ചെയ്യും കേട്ടോ. സ്റ്റോർ ചെയ്യും എന്തിന്റെ രൂപത്തില്? സ്റ്റാർച്ചിന്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്യും കേട്ടോ. സ്റ്റാർച്ചിന്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്യും. അടുത്ത ടോപ്പിക് എന്താണ്? സോൾട്ട് ദാറ്റ് ടേൺസ് ബ്ലാക്ക് ഇൻ സൺലൈറ്റ്, അതായത് വെയിലത്ത് കറുത്തു പോകുന്ന സാൾട്ട്, ലവണം കേട്ടോ. വെയിലത്ത് കറുത്തു പോകുന്ന ലവണം. ഇതിന് എന്തൊക്കെയാ വേണ്ടത്? നമുക്ക് നോക്കാം. ടേക്ക് സം സിൽവർ ബ്രോമൈഡ് ഇൻ 2 ഡ്രൈ വാച്ച് ഗ്ലാസ്. 2 ഡ്രൈ ആയിട്ടുള്ള വാച്ച് ഗ്ലാസസ് എടുക്കാം. എന്നിട്ട് അതിലേക്ക് എന്താണ് നമ്മൾ എടുക്കേണ്ടത്? സിൽവർ ബ്രോമൈഡ് കേട്ടോ. ഈർപ്പമില്ലാത്ത 2 വാച്ച് ഗ്ലാസുകൾ എടുത്തിട്ട് രണ്ടിലും നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് സിൽവർ ബ്രോമൈഡ് ഇടുക. എന്നിട്ട് അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? wrap one of them with a black paper. wrap ചെയ്യാന്ന് വെച്ചാൽ അറിയാലോ, പൊതിയ അല്ലെ. എന്ത് വെച്ചിട്ട്? ബ്ലാക്ക് പേപ്പർ കൊണ്ട് ഒരെണ്ണത്തിന് കേട്ടോ. ഒരു വാച്ച് ഗ്ലാസ്സിന് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ബ്ലാക്ക് പേപ്പർ കൊണ്ട് എന്ത് ചെയ്യാ? പൊതിയ കേട്ടോ. ഒരു വാച്ച് ഗ്ലാസ്സിന് കറുത്ത കടലാസ് കൊണ്ട് പൊതിയുക. എന്നിട്ട് നമ്മൾ അടുത്ത എന്താണ് ചെയ്യേണ്ടത്? കീപ് ബോത്ത് ഓഫ് ദം ഇൻ സൺലൈറ്റ് ഫോർ സം ടൈം. കുറച്ച് സമയത്തേക്ക് രണ്ടിനെയും എന്ത് ചെയ്യുക? സൂര്യപ്രകാശത്തിലേക്ക് കൊണ്ടുവയ്ക്കുക കേട്ടോ. സൂര്യപ്രകാശത്തിൽ വെക്കുക. അപ്പൊ എന്തൊക്കെയാ ചെയ്യേണ്ടത്? 2 വാച്ച് ഗ്ലാസ് എടുക്കുക അല്ലെ. ഈർപ്പമില്ലാത്ത 2 വാച്ച് ഗ്ലാസസ് എടുക്കുക. അതിലേക്ക് എന്ത് ചെയ്യുക? 2 അല്പം സിൽവർ ബ്രോമൈഡ് ഇടുക. സിൽവർ ബ്രോമൈഡ് എടുത്തിട്ട് ഒരു വാച്ച് ഗ്ലാസ്സിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബ്ലാക്ക് പേപ്പർ കൊണ്ട്, അത് കറുത്ത കടലാസ് കൊണ്ട് റാപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? 2 നമ്മൾ സൂര്യപ്രകാശത്തിൽ കൊണ്ടുപോയി വെക്കുക. സൂര്യപ്രകാശത്തിലേക്ക് കൊണ്ടുപോയിട്ട് വെക്കുക കേട്ടോ. ഓക്കെ, വാട്ട് ഡു യു ഒബ്സർവ്? ഇവിടെ എന്താണ് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്? കളർ ചേഞ്ച് കേട്ടോ. കളർ ചേഞ്ച് ഏതിനാന്ന് പറയാം. കളർ ചേഞ്ച് ഉണ്ടാവും. ഇൻ വിച്ച് വാച്ച് ഗ്ലാസ് ഡസ് ദ കളർ ഓഫ് സിൽവർ ബ്രോമൈഡ് ചേഞ്ച്? ഏത് വാച്ച് ഗ്ലാസ്സിലെ സിൽവർ ബ്രോമൈഡിനാണ് കളർ ചേഞ്ച് സംഭവിച്ചത്, നിറമാറ്റം ഉണ്ടായത്? ഏതാണ്? അൺറാപ്ഡ് വാച്ച് ഗ്ലാസ്, അതായത് പൊതിയാത്ത കേട്ടോ. അൺറാപ്ഡ് ആയിട്ടുള്ള പൊതിയാത്ത വാച്ച് ഗ്ലാസ്സിന് അൺറാപ്ഡ് വാച്ച് ഗ്ലാസ് എഴുതിക്കോളൂ. അൺറാപ്ഡ് കേട്ടോ. അൺറാപ്ഡ് വാച്ച് ഗ്ലാസ്, പൊതിയാത്തതിന് അൺറാപ്ഡ് വാച്ച് ഗ്ലാസ്സിനാണ് എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക? കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവുക. വിച്ച് ഫോം ഓഫ് എനർജി വാസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കെമിക്കൽ ചേഞ്ച്? ഇവിടെ ഉണ്ടായിരുന്ന കെമിക്കൽ ചേഞ്ചിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള, കാരണമായിട്ടുള്ള എനർജി ഏതാണ്? ഏത് എനർജിയുടെ ഫോമാണ്? ലൈറ്റ് എനർജി അല്ലെ. പ്രകാശോർജം, വെയിലത്തിലെ കൊണ്ടുവച്ചത്. അപ്പൊ ലൈറ്റ് എനർജി ഏതാണ്? ലൈറ്റ് എനർജി, പ്രകാശോർജമാണ് ഇതിന് കാരണമായിട്ടുള്ളത്. അതായത് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കൂ. അതായത്
ദിസ് വാസ് ഡ്യൂ ടു ദ deposition of silver produced on a result of the decomposition of silver bromide by the absorption of light. അതായത് പ്രകാശോർജത്തെ ആഗിരണം ചെയ്തുകൊണ്ട് ലൈറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് സിൽവർ ബ്രോമൈഡ് എന്ത് ചെയ്തു ഡീകമ്പോസ് ചെയ്ത് എന്തായിട്ട് മാറി സിൽവർ ആയിട്ട് മാറി കേട്ടോ സിൽവർ അവിടെ അപശുദ്ധപ്പെട്ടു കേട്ടോ അതാണ് അവിടെ സംഭവിച്ചത് ക്ലിയർ അല്ലേ അതായത് ലൈറ്റ് എനർജിയെ അബ്സോർബ് ചെയ്തതിന്റെ ഫലമായിട്ട് സിൽവർ ബ്രോമൈഡ് ഡീകമ്പോസ് ചെയ്ത് വിഘടിച്ച് എന്തായിട്ട് മാറി സിൽവർ ആയിട്ട് അവിടെ നിന്ന് മാറി സിൽവർ അവിശുദ്ധപ്പെട്ടതാണ് ഇതിനുള്ള കാരണമെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും എല്ലാം കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ സ്റ്റോറിംഗ് സർട്ടൻ മെഡിസിൻസ് ആൻഡ് കെമിക്കൽസ് ഇൻ ബ്രൗൺ ബോട്ടിൽ ഇപ്പോൾ നമ്മൾ ചില മരുന്നുകൾ അല്ലെങ്കിൽ രാസവസ്തുക്കളൊക്കെ ഇരുണ്ട കുപ്പികളിൽ സൂക്ഷിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അത് എന്താ പറയുക കെമിക്കൽസ് ഒക്കെ നമ്മൾ ബ്രൗൺ ബോട്ടിൽസിൽ ഇരുണ്ട കുപ്പികളിൽ സൂക്ഷിക്കുന്നതായിരിക്കും എന്തായിരിക്കും കാരണം പ്രകാശവുമായുള്ള സമ്പർക്കം തടയാൻ വേണ്ടിയിട്ടാണ് ആ ബ്രൗൺ ബോട്ടിലിൽ നമ്മൾ എന്താ മെഡിസിനും കെമിക്കൽസും എല്ലാം സ്റ്റോർ ചെയ്യുന്നത് അപ്പൊ എന്താണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് എഴുതാൻ പറ്റുന്നത് ടു പ്രിവെന്റ് എഴുതിക്കോളൂ കേട്ടോ ടു പ്രിവെന്റ് ഇറ്റ് ഫ്രം come in contact with the light to prevent it from come in contact with the light പ്രകാശവുമായുള്ള സമ്പർക്കം തടയാൻ വേണ്ടിയിട്ടാണ് ബ്രൗൺ ബോട്ടിൽ അത് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ പ്രകാശവുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന ലൈറ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ എന്ത് സംഭവിക്കും അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കും അല്ലെ അതാണ് അതിന്റെ റീസൺ ഓക്കെ അപ്പൊ ഇവിടെ കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ലിബറേറ്റ് ഓർ അബ്സോർബ് ലൈറ്റ് എനർജി ആർ നോൺ ആസ് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ ഇവിടെ നമ്മൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസ് പറഞ്ഞു അല്ലെ അപ്പൊ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ലിബറേറ്റ് ചെയ്യുന്ന പ്രകാശത്തെ പുറത്തുവിടുകയോ അല്ലെങ്കിൽ ആഗിരണം ചെയ്യുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മളൊരു പേര് പറയും എന്താണത് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ എന്താ പറയാ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ പ്രകാശരാസ പ്രവർത്തനങ്ങൾ എന്താണ് പ്രകാശരാസ പ്രവർത്തനങ്ങൾ അഥവാ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ പ്രകാശത്തെ ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു പ്രകാശരാസ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു എങ്ങനെയാണ് ലിബറേറ്റ് ഓർ അബ്സോർബ് ലൈറ്റ് എനർജി ആർ നോൺ ആസ് photochemical reaction which liberate or absorb light energy are known as photochemical reaction 199 രൂപ മാത്രം ഫീസ് നൽകിക്കൊണ്ട് ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്റ്റുകളുടെ ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കാവുന്നതാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നമ്പർ ഇതാണ് 7907751513 ഈ ചാപ്റ്ററിന്റെ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ ബൈ താങ്ക് യു